അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിന് തീർത്തും അനിവാര്യമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജാമിയ നദ്വിയയുടെ സ്റ്റുഡൻസ് യൂണിയൻ MSM MGM ഈ വരുന്ന 24-25 തീയതികളിലായി അതിവിപുലമായ സമ്മേളനം പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അറിവ് നേടിയെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ലോകത്തിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച സന്ദേശമാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് സംസാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ അറിവില്ലാത്തതും അറിവില്ലായ്മ നടിക്കുന്നതുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത്, എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്നറിയാത്തവരുണ്ടാകുമ്പോൾ, എങ്ങനെയാണ് മക്കളോട് സംസാരിക്കേണ്ടത് എന്നറിയാത്ത രക്ഷിതാക്കൾ ഉണ്ടാകുമ്പോൾ, ഭാര്യയും ഭർത്താവും പരസ്പരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാത്തവരുണ്ടാകുമ്പോൾ, ഒരു കുടുംബത്തിലെ സഹോദരന്മാർ എങ്ങനെയാണ് ജീവിതം കാഴ്ചവെക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അറിയുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവരായി ആരാണുള്ളത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവനായി ആരാണുള്ളത്? അപ്പൊ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഏത് സാഹചര്യങ്ങളിലും ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനത്തോടുകൂടെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അവരാണ് ഏറ്റവും നല്ല വ്യക്തികൾ, അവരാണ് ഏറ്റവും നല്ല വാക്കുകൾ പറയുന്നവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുകയും അത് മറ്റുള്ള ആളുകളോട് പ്രഖ്യാപിക്കുകയും ചെയ്യലാണ്. അധാർമികമായ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കവലകളിൽ, അങ്ങാടികളിലൊക്കെ ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ലഹരി ഒരു സമൂഹത്തിലേക്ക് വരുന്നത്? കൂട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലക്ക് ഒരല്പം സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനുമാണ് ലഹരി വസ്തുക്കൾ നുണഞ്ഞു തുടങ്ങുന്നത്. അവിടെ ചിലപ്പോ ആദ്യമായി ഒന്ന് കൊടുക്കുന്ന സമയത്ത് അതൊന്നും എനിക്ക് വേണ്ട എന്നൊരു സുഹൃത്തിന് പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവനും ലഹരി വസ്തുക്കളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ സ്വന്തം കൂടെയുള്ള സ്വന്തം സുഹൃത്തുക്കൾ അവരൊരു കാര്യം പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരോട് എതിര് പറയുക എന്ന് ചിന്തിച്ചുകൊണ്ട് ലഹരി വസ്തുക്കളിലേക്ക് പോകുമ്പോൾ മദ്യം ഉപയോഗിക്കുന്നവരായി, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരായി മാറുമ്പോൾ അവർ പിന്നീട് സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ തലവേദനയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഓരോ വിഷയങ്ങളിലും ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹം തന്റെ ഉസ്താദിനോട്
സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി ഫഅലം ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, വക്കീഅനോട് ചോദിച്ചു, സൂഅ ഹിഫ്ളി, എനിക്ക് ഹിഫ്ളാക്കാൻ മനപ്പാടമാക്കാൻ പ്രയാസമുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി ഫഅർശദനി ഇലാ തർക്കിൽ മആസി, തെറ്റുകൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണമെന്നാണ്. തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ നിനക്ക് മനപ്പാടമാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഫഅലം ബിഅന്നൽ ഇൽമ നൂറുൻ, ഇൽമ് അറിവ് എന്നുള്ളത് പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പ്രകാശം ഒരിക്കലും തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു നൽകില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയെ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും അറിവ് നേടുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ഇസ്സത്ത്, ആ ഒരു പ്രൗഢി നമുക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന് പലരും പറയാറില്ലേ, മുസ്ലിം സമൂഹത്തെ പലരും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, എവിടെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മുസ്ലിങ്ങളെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നതുമൊക്കെ മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം എന്നാണോ അപ്രത്യക്ഷമാകുന്നത്, പേരിൽ മാത്രം ഇസ്ലാം അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ തബായഅതും ബിൽ ഐന വഅഖത്തും അദ്നാബൽ ബക്കരി വറളീതും ബിസ്സർഇ വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ല ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. ഇദാ തബായഅതും ബിൽ ഐന, നിങ്ങൾ ഐനത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഐനത്ത് കച്ചവടം എന്നുള്ളത് ഒരു തരം പലിശ ഇടപാടാണ്. പ്രത്യക്ഷമായി നോക്കിയാൽ അത് പലിശയല്ല, കച്ചവടമാണ്. പക്ഷെ അവിടെ കച്ചവടം നടക്കുന്നില്ല. കൃത്യമായ പലിശ ഇടപാടുമായി മുസ്ലിം സമൂഹമേ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് ആർക്കാണ് പലിശ ഒരു പ്രശ്നമായി തോന്നുന്നത്? പലിശ കൊണ്ട് ജീവിക്കുന്ന എത്ര ഇസ്ലാമിന്റെ പേരുള്ള ആളുകളാണ് നമുക്കിടയിലുള്ളത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ തബായഅതും ബിൽ ഐന, നിങ്ങൾ ഐനത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ന്. വഅഖത്തും അദ്നാബൽ ബക്കരി, നിങ്ങൾ നിങ്ങളുടെ പശുക്കളുടെ വാലുകൾ പിടിച്ചാൽ. വറളീതും ബിസ്സർഇ, നിങ്ങളുടെ കൃഷിയിൽ മാത്രം നിങ്ങൾ തൽപരരായി കഴിഞ്ഞാൽ. ഭൗതികമായ ലോകത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നു. മരണാനന്തര ജീവിതത്തിൽ ഇസ്ലാമികമായി ജീവിക്കാൻ എങ്ങനെയാണോ ഈ ലോകത്ത് അല്ലാഹു കൽപ്പിച്ചത്, ആ ജീവിതത്തിന് പ്രാധാന്യം നൽകാതെ ഭൗതികമായ ലോകത്തിന് വേണ്ടി പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. നമ്മുടെയൊക്കെ പ്രയോറിറ്റി എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കൊരു വിഷയം വന്നാൽ, നമുക്കൊരു തിരക്ക് വരുന്നു, നമസ്കാരത്തിന്റെ സമയമാകുന്നു, നമ്മളവിടെ ഏതിനാണ് പ്രാധാന്യം നൽകുന്നത്? നമുക്കൊരു പ്രയാസം വരുന്നു, എന്നാൽ നമ്മൾ സഹായിക്കേണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. നമ്മുടെ പ്രയോറിറ്റി എവിടേക്കാണ് പോകുന്നത്? നമുക്ക് സങ്കടമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ പ്രയാസത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഭൗതികമായ ലോകത്തിന് എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ സുഖം, എൻ്റെ താല്പര്യങ്ങൾ, അതിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ വതറക്തുമുൽ ജിഹാദ്, ജിഹാദിന്റെ സർവവശങ്ങളെയും ഉപേക്ഷിക്കുകയും ചെയ്താൽ, ജിഹാദ് എന്നുള്ളത് ഒരു യുദ്ധമല്ല, യുദ്ധത്തിനുള്ള ആഹ്വാനമല്ല. പരിശുദ്ധ ഖുർആൻ ജിഹാദിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഇത് മുഖേന നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യലാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ ആശയ പ്രബോധനമാണ്. പരിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യുന്നത്, ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടുമൊക്കെയുള്ള ജിഹാദിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ജിഹാദിന്റെ സർവവശങ്ങളെയും ഉപേക്ഷിക്കുകയും ചെയ്താൽ സല്ലല്ലാഹു അലൈക്കും ദുല്ല, അല്ലാഹു നിങ്ങൾക്ക് മേൽ നിന്ദ്യത വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും, ആ നിന്ദ്യത അല്ലാഹു ഊരിയെടുക്കില്ല. ഹത്താ തർജിഉ ഇലാ ദീനിക്കും, ഹത്താ തർജിഉ ഇലൽ ഖുർആനി വസ്സുന്ന,
പരിശുദ്ധ ഖുർആനിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ആ നിന്ദ്യത അള്ളാഹു ഊരിയെടുക്കില്ല എന്നാണ്. സഹോദരങ്ങളെ, അത് തന്നെയാണ് ഇവിടെയും നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അങ്ങനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ജീവിതം ഈ ലോകത്തും പരലോകത്തും നയിക്കാൻ കഴിയുന്നത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് ജാമിഅ നദവിയ എന്തിനാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഇവിടെ പലരും വിശദീകരിച്ചു. അത് തന്നെയായിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേരളക്കരയിൽ വളർന്നു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകണം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് കേരളത്തിലെങ്കിലും വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉണ്ടാകണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ജാമിഅ നദവിയ എന്നുള്ള മഹത്തായ സ്ഥാപനത്തിന് 1964 തുടക്കം കുറിക്കുന്നത്. എടവണ്ണ ചെറിയ പള്ളിയിൽ വെച്ച്, എടവണ്ണ എന്ന പ്രദേശവും ജാമിഅ നദവിയയും ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത ബന്ധമാണ്. പല സ്ഥലങ്ങളിലേക്കും ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ എറണാകുളത്ത് തുടങ്ങാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു, വയനാട് തുടങ്ങാനുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അലവി മൗലവിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നിർബന്ധത്തിലാണ് എടവണ്ണയിലേക്ക് ജാമിഅ നദവിയ എന്ന മഹത്തായ സ്ഥാപനം വരുന്നത്. അന്ന് കേരളത്തിൽ ഒരുപാട് അറബിക് കോളേജുകളുണ്ട്. ആ അറബിക് കോളേജുകൾ അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ സംഘടന തീരുമാനിക്കുന്നത് നട്ടലോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ, കുഫറിനെതിരെ ശക്തമായി സംസാരിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകണമെന്നാണ്. നാളിതുവരെ ഈ സ്ഥാപനം ഈ ഒരു ദൗത്യത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ഈ ഒരു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി തന്നെയാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സ്റ്റുഡൻസ് യൂണിയനും ഇങ്ങനെയൊരു പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്മേളനം പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ പ്രദേശത്തിലെ ആളുകൾ എന്നുള്ള നിലക്ക് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയെ സ്വപ്നം കാണുന്ന, ഈ സ്ഥാപനത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഈ പ്രദേശവാസികൾ എന്നുള്ള നിലക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇനിയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.